ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2വിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻസുമാണ്. ഓവർസിയർ ഗ്രേഡ് 2വിന്റെ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ നേരത്തെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 3യുടെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക. കാരണം തേർഡ് ഗ്രേഡിന്റെയും അതേപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡിന്റെയും സിലബസ് ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് എല്ലാം സെക്കൻഡ് ഗ്രേഡിന്റെ ഓവർസിയർ ഗ്രേഡ് 2വിന്റെ എക്സാമുകൾക്കും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് ഈസ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റെയിലിന്റെ ഗേജ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യം എന്ത് ചെയ്യാം, ആദ്യം ഒരു ലിറ്റിൽ കൺഫ്യൂസിങ് ആണ്, എന്നാൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എന്താണ് റെയിൽ ഗേജ് എന്ന് പറയാം. നമ്മളൊരു റെയിൽവേ ട്രാക്കിന്റെ ഗേജ് എന്ന് പറഞ്ഞാൽ, ഒരു ഗേജ് ഓഫ് എ റെയിൽവേ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെയിലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റെയിൽ ഗേജ് എന്ന് പറയാം. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇന്നർ ഫേസസ് ഓഫ് ടു ട്രാക്ക് റെയിൽസ്. രണ്ട് റെയിലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് അല്ലെങ്കിൽ റെയിൽ ഗേജ് എന്ന് പറയാം. എന്നാൽ ഇത് തന്നെ രണ്ട് വീലുകളാണ് എന്നുണ്ടെങ്കിൽ, ഒരു ട്രെയിനിന്റെ രണ്ട് വീലുകൾ തമ്മിലുള്ള ആ വീലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വീൽ ഗേജ് എന്നാണ് പറയാം. അപ്പൊ റെയിൽ ഗേജ് എന്ന് പറഞ്ഞാൽ റെയിലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ദൂരമാണ്. വീൽ ഗേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വീലുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ദൂരത്തിനാണ് വീൽ ഗേജ് എന്ന് പറയാം. ഇനി ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലോട്ട് വരാം. ഒന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ 3 ടൈപ്പ് റെയിൽ ഗേജുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നാരോ ഗേജ്, മീറ്റർ ഗേജ്, അതേപോലെ തന്നെ ബ്രോഡ് ഗേജ്. ഇങ്ങനെ ഈ 3 ഗേജുകളാണ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോഡ് ഗേജ് തന്നെയാണ്. അപ്പൊ ഇവിടെ ബ്രോഡ് ഗേജിന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1676 mm ആണ് ഒരു ബ്രോഡ് ഗേജിന്റെ റെയിൽവേ ട്രാക്കുകളുടെ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ദൂരം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കുമ്പോൾ കാണാം, ഇവിടെ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരളവ് കൊടുത്തിട്ടുണ്ട് 1435 mm എന്നുള്ളത്. അതും എന്തുണ്ട്, ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ബ്രോഡ് ഗേജ് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ 1676 mm ആയിട്ടാണ് PSCയുടെ ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം 1676 mm എന്നുള്ളത് എന്താണ്, ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ സാധാരണ ഇന്ത്യയിൽ ബ്രോഡ് ഗേജിനെ സ്റ്റാൻഡേർഡ് ഗേജ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് 1676 mm എന്നുള്ള വാല്യൂ വന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരളവുണ്ട്, അതായത് അത് വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. 4 ഫീറ്റ് 8.5 ഇഞ്ച് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഗേജിന്റെ അളവാണ്. 1435 ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയണം, സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് ഇൻ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ആൻസർ 1676 mm ആണ്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വേൾഡ് സ്റ്റാൻഡേർഡ് റെയിൽ ഗേജ് എന്നാണ് ചോദ്യം ചോദിച്ചെങ്കിൽ 1435 mm ആണ് എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ വരിക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുക. ഒന്ന് 1000 mm ആണ്. 1000 mm എന്ന് പറഞ്ഞാൽ മീറ്റർ ഗേജ്, 1 മീറ്റർ ആണ് എന്ത് ചെയ്യുക, മീറ്റർ ഗേജിന്റെ അളവ് ഉണ്ടാവുക. ദെൻ 762 mm ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നാരോ ഗേജ് എന്ന് പറയും. ഇനി 762 mm താഴെ 2 ഫീറ്റ് മാത്രം 610 mm ആണ് വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നാരോ ഗേജ് എന്ന് പറയാം. അതിന്റെ മറ്റൊരു പേരാണ് ഫീഡർ ഗേജ് എന്ന് പറയും. ഓക്കെ, വളരെ ചെറിയ ഗേജ് ഉള്ള ട്രാക്കുകളായിരിക്കും 610 mm എന്നുള്ളത്. ഏറ്റവും ചെറുത് അതാണ്. അതിനെ നമ്മൾ ഫീഡർ ഗേജസ് എന്നാണ് പറയുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഓൺലി ടൈപ്പ് ഓഫ് സ്ലീപ്പർ പ്രൊവൈഡഡ് ഓവർ റെയിൽ ബ്രിഡ്ജസ്. റെയിൽ ബ്രിഡ്ജുകളിൽ നമ്മൾ കൊടുക്കുന്ന സ്ലീപ്പർ ഏതാണ് എന്നതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ശരിക്കും ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് എന്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ റെയിൽ ബ്രിഡ്ജുകളുടെ മുകളിലായിക്കൊണ്ട് എല്ലാ ടൈപ്പ് സ്ലീപ്പേഴ്സും എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സ്റ്റീൽ സ്ലീപ്പർ ഉപയോഗിക്കാം, വുഡൻ സ്ലീപ്പർ ഉപയോഗിക്കാം, കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന സ്ലീപ്പർ എന്ന് പറയുന്നത് വുഡൻ സ്ലീപ്പറാണ്. സാധാരണ കോൺക്രീറ്റിന്റെ സ്ലീപ്പറുകൾ അധികം എന്ത് ചെയ്യാറില്ല, റെയിൽ ബ്രിഡ്ജിന്റെ മുകളിൽ കൊടുക്കാറില്ല.
പക്ഷെ അതിനെന്താണ് നമുക്കറിയാം, കോൺക്രീറ്റിൻ്റെ സ്ലീപ്പേഴ്സിനൊക്കെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ്, വുഡൻ സ്ലീപ്പേഴ്സ് ആണ് എന്ത് ചെയ്യുക, റെയിൽ ബ്രിഡ്ജുകളുടെ മുകളിൽ കൊടുക്കുക. നമുക്കറിയാം ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറ്റൊരുപാട് അഡ്വാൻറ്റേജുകൾ വുഡൻ സ്ലീപ്പേഴ്സിനുണ്ട് ബാക്കിയുള്ള സ്ലീപ്പറുകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ റെയിൽ ബ്രിഡ്ജുകളുടെ മുകളിൽ കൊടുക്കാറുള്ളത് വുഡൻ സ്ലീപ്പേഴ്സാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം ചോദിച്ചുള്ളത് ഓൺലി സ്ലീപ്പർ എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഏത് സ്ലീപ്പർ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡൻ സ്ലീപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വുഡൻ സ്ലീപ്പർ കൊടുക്കാം, സ്റ്റീൽ സ്ലീപ്പർ കൊടുക്കാം, കോൺക്രീറ്റ് സ്ലീപ്പർ കൊടുക്കാം. ഏത് സ്ലീപ്പർ കൊടുത്താലും റെയിൽ ബ്രിഡ്ജിന്റെ മുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൺലി സ്ലീപ്പർ എന്ന് ചോദിച്ചതാണ് പ്രശ്നമായത്. മോസ്റ്റ് കോമൺ ആയിട്ട് റെയിൽ ബ്രിഡ്ജുകളുടെ മുകളിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ റെയിൽ ബ്രിഡ്ജിന്റെ മുകളിൽ കൊടുക്കുന്നത് വുഡൻ സ്ലീപ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി സ്ലീപ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. കാരണം സ്ലീപ്പർ നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലീപ്പേഴ്സിലോട്ടായിരിക്കും. സ്ലീപ്പറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ റെയിൽവേ ട്രാക്കിൽ വരുന്ന ലോഡുകളെ താഴത്തെ പോർഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർ സർഫസിലേക്ക് അതിനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബല്ലാസ്റ്റിലോട്ടൊക്കെ എന്ത് ചെയ്യണം, ആ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കോണിംഗ് ഓഫ് വീൽസ് ഈസ് പ്രൊവൈഡഡ്. നമ്മൾ റെയിൽവേയുടെ ട്രെയിനിൻ്റെ വീൽസ് കൊടുക്കുമ്പോൾ അതിൽ കോൺ ഷേപ്പിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വീലിന് എന്തുണ്ടാവും, ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടാവും, 1/20 സ്ലോപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് അങ്ങനെ കോണിംഗ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഒന്ന്, സേവ് ദ മെറ്റീരിയൽ, ടു സ്യൂട്ട് ദ സൂപ്പർ എലിവേഷൻ, ടു ഗീവ് ഡൈനാമിക് സ്റ്റെബിലിറ്റി, ടു പ്രിവെന്റ് ലാറ്ററൽ സ്ലിപ്പ്. ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. അപ്പോൾ എന്തിനാണ് കോണിംഗ് ഓഫ് വീൽസ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ് നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ലാറ്ററൽ സ്ലിപ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണിംഗ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, അതിൻ്റെ ആ ഇന്നർ ഫേസുകൾ തമ്മിലുള്ള ആ ഇന്നർ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എപ്പോഴും ട്രാക്കിന്റെ ഗേജിനേക്കാൾ കുറച്ച് കുറവായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇരിക്കുന്നുണ്ടാവുക. അത് എന്തിനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നതാണ് ചോദ്യം. അതിന്റെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാറ്ററൽ സ്ലിപ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ലാറ്ററൽ സ്ലിപ്പ്? നമ്മൾ സാധാരണ റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർവുകളൊക്കെ തിരിയാണെന്നുണ്ടെങ്കിൽ കൃത്യം അളവിലാണ്, ഗേജിന്റെ അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമ്മൾ ആ വീലിന്റെ ഇന്നർ ഫേസുകളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വീൽസ് എന്ത് ചെയ്യും, ട്രാക്കിൽ നിന്ന് സ്ലിപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കോണിംഗ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. കേർവ്സ് ഒക്കെ തിരിയുമ്പോൾ എന്ത് ചെയ്യും, വീൽസ് ഡീറെയിൽമെന്റിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഡീറെയിൽമെന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്നത്, കോണിംഗ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ കോണിംഗ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇന്നർ ഫേസുകൾ എപ്പോഴും ട്രാക്കുമായിട്ട് എന്ത് ചെയ്യും, റബ്ബിംഗ് ഉണ്ടാവുകയും അവിടെ ഈ റബ്ബിംഗ് കാരണം നമ്മുടെ വീൽസിന്, ട്രെയിനിന്റെ വീൽസിന് വിയർ ആൻഡ് ടിയർ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ വിയർ ആൻഡ് ടിയർ ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോണിംഗ് ഓഫ് വീൽസ് കൊടുത്തിട്ടുണ്ടാവുക. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് ഈസ്. സ്ട്രക്ചറൽ സ്റ്റീലിൽ നമ്മൾ ഏറ്റവും നല്ല പ്രൈമർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. റെഡ് ലെഡ്, സിങ്ക് ഓക്സൈഡ്, വൈറ്റ് ലെഡ്, അയൺ ഓക്സൈഡ്, അങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെയിന്റിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ താഴെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനും എന്താണ്, പെയിന്റിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. റെഡ് ലെഡ്, സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് വൈറ്റ് എന്ന് പറയും, പിന്നെ വൈറ്റ് ലെഡ്, അതേപോലെ തന്നെ അയൺ ഓക്സൈഡ്, എല്ലാം നമ്മൾ പെയിന്റിൽ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിലെ ബെസ്റ്റ് പ്രൈമർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഡ് ലെഡ് ആണ്. റെഡ് ലെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡിന്റെ ഓക്സൈഡിനെയാണ് നമ്മൾ റെഡ് ലെഡ് എന്ന് പറയുക. അപ്പോൾ ഇതിന് ആൻസർ റെഡ് ലെഡ് ആണ്. നമുക്ക് സാധാരണ ബേസ് ആയിട്ടും അതേപോലെ തന്നെ ഡ്രയർ ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഈ റെഡ് ലെഡ് ഉപയോഗിക്കാറുണ്ട്. അയേണിൽ സ്ട്രക്ചറൽ വർക്കുകളിലൊക്കെ നമ്മൾ പ്രൈമർ കോട്ടായിട്ട് റെഡ് ലെഡ് മാത്രം കൊടുക്കാറുണ്ട്. പിന്നെ സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡിന് മറ്റൊരു പേരാണ് സിങ്ക് വൈറ്റ് എന്ന് പറയും. ഇതും നമ്മൾ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഈ വൈറ്റ് ലെഡിനെ റീപ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സിങ്ക് ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സിങ്ക് വൈറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളത് വൈറ്റ് ലെഡ് ആണ്. വൈറ്റ് ലെഡ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഓഫ് ലെഡ് ആണ്. ലെഡിന്റെ കാർബണേറ്റുകളെയാണ് നമ്മൾ വൈറ്റ് ലെഡ് എന്ന് പറയുക. അയൺ വർക്കുകളിൽ എന്ത് ചെയ്യാറില്ല, വൈറ്റ് ലെഡ് ഉപയോഗിക്കാറില്ല. കൂടുതലായിട്ടും വുഡിലാണ് വൈറ്റ് ലെഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് അയൺ ഓക്സൈഡ് ആണ്. അയൺ ഓക്സൈഡ് എന്താണ്, അയൺ സർഫസ് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ ആണ്. പ്രൈമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് അയൺ ഓക്സൈഡ് എന്നുള്ളതും. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുന്നത് റെഡ് ലെഡ് ആണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോളിംഗ് ഓഫ് റോഡ് ഷുഡ് ബി.
ഒരു റോഡ് നമ്മൾ റോൾ ചെയ്യുമ്പോൾ, റോളർ ഉപയോഗിച്ചിട്ട് റോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് റോൾ ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. ഒന്ന് ഫ്രം സെന്റർ ടു എഡ്ജ്, ഫ്രം വൺ എഡ്ജ് ടു അനദർ, ഫ്രം എഡ്ജ് ടു സെന്റർ വിത്ത് ആൻ ഓവർലാപ്പ് ഓഫ് മിനിമം 30 സെന്റിമീറ്റർ, ഫ്രം എഡ്ജ് ടു ദ സെന്റർ. അപ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആണ്. കാരണം ഓപ്ഷൻ സി ഫ്രം എഡ്ജ് ടു സെന്റർ വിത്ത് ആൻ ഓവർലാപ്പ് ഓഫ് മിനിമം 30 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം എപ്പോഴും റോളിങ് ചെയ്യുമ്പോൾ നമ്മൾ റോളിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മെറ്റീരിയൽസ് ഏതൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അത് കോമ്പാക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റോഡ്സിന്റെ മുകളിലൂടെ നമ്മൾ റോൾ ചെയ്യുന്നത്. അത് ടാറിങ് പർപ്പസിനാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല വെറുതെ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ റോൾ ചെയ്യാറുണ്ട്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എഡ്ജിൽ നിന്ന് സെന്ററിലേക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ റോൾ ചെയ്യുക. ഒരിക്കലും സെന്ററിൽ നിന്ന് എഡ്ജിലേക്ക് റോൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, മെറ്റീരിയൽസ് പരന്നു പോകാനുള്ള സാധ്യത ഉണ്ട്, വൈഡായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും എഡ്ജിൽ നിന്ന് സെന്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും റോഡുകൾ റോൾ ചെയ്യുക. അത് മാത്രമല്ല, റോൾ ചെയ്യുമ്പോൾ 30 സെന്റിമീറ്റർ എങ്കിലും ഓവർലാപ്പ് ചെയ്യണം. ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റോളിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത റോളിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേരത്തെ റോൾ ചെയ്തതിൽ നിന്ന് 30 സെന്റിമീറ്ററും കൂടെ കൂട്ടിയെടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അടുത്ത ലെയർ അല്ല അടുത്ത സ്ട്രിപ്പ് നമ്മൾ റോൾ ചെയ്യേണ്ടത്. അങ്ങനെ റോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എല്ലായിടത്തും ഈവൻ ആയിട്ട് റോളിങ് കിട്ടുകയുള്ളൂ. മറിച്ച് നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മെറ്റീരിയൽസ് തമ്മിൽ പെട്ടെന്ന് ഇളകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു 30 സെന്റിമീറ്റർ ഓവർലാപ്പ് ചെയ്തതിന് ശേഷം എഡ്ജിൽ നിന്ന് സെന്ററിലോട്ട് ആയിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ റോഡുകൾ റോൾ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹൈറ്റ് ഓഫ് എ കോൺ ഇൻ എ സ്ലംബ് ടെസ്റ്റ്. സ്ലംബ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന കോണിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം സ്ലംബ് ടെസ്റ്റിന് നമ്മൾ സ്ലംബ് കോൺ ഉപയോഗിക്കാറുണ്ട്. സ്ലംബ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് സ്ലംബ് ടെസ്റ്റ് എന്നുള്ളത്. എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോൺക്രീറ്റ് സൈറ്റിൽ വെച്ച് വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റാണ് സ്ലംബ് ടെസ്റ്റ് എന്നുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ലെയർ ആയിട്ട് നിറയ്ക്കും. എന്നിട്ട് നിറച്ചതിന് ശേഷം ഓരോ ലെയറിനെയും 25 തവണ ടാമ്പ് ചെയ്യും. ടാമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ കോണ് റിലീസ് ചെയ്യും. അപ്പോൾ കോണ് റിലീസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ആ സ്ലംബിന്റെ ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ആ മുകളിൽ നിന്ന് ആ സ്ലംബിന്റെ ടോപ്പ് പോർഷനിലോട്ടുള്ള ഹൈറ്റ് മെഷർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, സ്ലംബ് ടെസ്റ്റ് നമ്മൾ ചെയ്യുക. എങ്ങനെയാണ് നമ്മളത് വർക്കബിൾ ആണോ അതല്ല വർക്കബിലിറ്റി കുറവാണോ, വാട്ടർ സിമെന്റ് റേഷ്യോ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കോണിന് എന്തുണ്ട്, ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മൾ സ്ലംബ് കോണിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രസ്റ്റം ഓഫ് എ കോണാണ്. ഒരു കോണിന്റെ ഫ്രസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്ലംബ് കോണായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നെ അതിന്റെ ഡയമീറ്റർ മുകളിലും താഴെയും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അതിന്റെ ടോപ്പ് ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ടോപ്പ് ഡയമീറ്റർ 10 സെന്റിമീറ്ററും ബോട്ടം ഡയമീറ്റർ 20 സെന്റിമീറ്ററും ഹൈറ്റ് 30 സെന്റിമീറ്ററും ആണ് വരിക. അപ്പൊ ഇവിടെ സ്ലംബ് കോണിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബ്രിക്ക് അറേഞ്ച്ഡ് ഇൻ പ്രൊജക്ടിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഫോർ ദ പർപ്പസ് ഓഫ് ബോണ്ടിങ് ഫ്യൂച്ചർ വർക്ക് ഈസ് കോൾഡ് ആസ്. നമ്മളൊരു ബ്രിക്ക് മേസണറി ചെയ്യുന്ന സമയത്ത് ആ ബ്രിക്ക് മേസണറിയിൽ ആൾട്ടർനേറ്റീവ് കോഴ്സുകൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ വർക്ക് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആൾട്ടർനേറ്റീവ് കോഴ്സുകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ബ്രിക്ക് മേസണറിനെ നിർത്തുന്നതിന് നമ്മൾ പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ടൂത്തിങ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കാണാം. ഓരോ ലെയറുകൾ കഴിഞ്ഞതിന് ശേഷം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ ട്രാൻസ്ഫർ സെക്ഷനിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിക്കുകൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിർത്തുന്നതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് പറയുക. അപ്പൊ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടൂത്തിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കാം. ഒന്ന് ലേസിംഗ് ആണ്. ലേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്ക് മേസണറിയിലല്ല സ്റ്റോൺ മേസണറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ലേസിംഗ് കോഴ്സ് എന്നുള്ളത്. നമ്മൾ സ്റ്റോൺ മേസണറി ചെയ്യുന്ന സമയത്ത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോണുകൾ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ ഒരു പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലെയർ, ഒരു ലെവൽ ഓഫ് ലെയറിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴ്സിനെയാണ് ലേസിംഗ് കോഴ്സ് എന്ന് പറയുക. അത് ഒരേ വലിപ്പത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ലേസിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതുവരെയുള്ള സ്റ്റോണുകൾ ചിലപ്പോൾ ഇറഗുലർ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് ത്രോട്ടിംഗ് ആണ്. ത്രോട്ടിംഗ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് വാളുകളിലും
ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ത്രോട്ടിങ് എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റൂഫിലൊക്കെ നമ്മൾ ത്രോട്ടിങ് കൊടുക്കാറുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂവ് എന്ത് ചെയ്യുക, നമ്മുടെ ആ റൂഫിന്റെ അണ്ടർ സൈഡിലായിട്ട് കട്ട് ചെയ്യുക, ത്രൂ ഔട്ട് ആയിട്ട് കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയാം. ത്രോട്ടിങ് നമ്മൾ കൊടുക്കുന്നത് വെള്ളം അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ താഴ്ഭാഗത്തൂടെ ഊർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഗ്രൂവ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയും. പിന്നെയുള്ളത് സ്റ്റൂളിംഗ് ആണ്. സ്റ്റൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറിൽ അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ നമ്മൾ സില്ല് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ഹെഡും സില്ലും ജാമ്പുകളൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡോറിന് ഉണ്ടാവുക അല്ലെ, ഫ്രെയിമിന് ഉണ്ടാവുക. അപ്പം അതിൽ സില്ല് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ താഴ്ഭാഗത്തെ 2 ജാമ്പുകൾ പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫ്രെയിമിന്റെ 2 പോസ്റ്റുകൾ എന്ത് ചെയ്യാൻ പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഓഫ് വുഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ പീസ് ഓഫ് വുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റൂളിംഗ് എന്ന് സാധാരണ പറയാം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ എസ്റ്റിമേറ്റ് ഫോർ പ്ലാസ്റ്ററിംഗ് യൂഷ്വലി നോ ഡിഡക്ഷൻസ് ആർ മെയ്ഡ് ഫോർ. എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഡിഡക്ഷൻ കൺസിഡർ ചെയ്യാത്തത് ഏത് സ്ഥലങ്ങളിലാണ് എന്നാണ് ചോദ്യം. എൻഡ്സ് ഓഫ് എ ബീം, സ്മോൾ ഓപ്പണിംഗ്, എൻഡ് ഓഫ് എ റാഫ്റ്റർ, ഓൾ ഓഫ് ദി അബവ്. അപ്പൊ നമുക്കറിയാം, ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും പെയിന്റിംഗ് ആണെന്നുണ്ടെങ്കിലും വളരെ ചെറിയ ഏരിയാസ് എന്ത് ചെയ്യില്ല, നമ്മൾ കൺസിഡർ ചെയ്യില്ല. 0.5 m² താഴെയുള്ള ഏരിയാസ് എന്ത് ചെയ്യില്ല, നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അത് ഡിഡക്ട് ചെയ്യാറുമില്ല, അതേപോലെ തന്നെ ആഡ് ചെയ്യാറുമില്ല. ഓക്കെ, ഇതേപോലെ തന്നെ 0.5 to 3 m² ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡോറുകളും വിൻഡോ ഒക്കെ വരുമ്പോൾ അതിനെ 1 സൈഡ് ഡിഡക്ഷൻ ചെയ്യും. 3 m² മുകളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 2 സൈഡും ഡിഡക്ട് ചെയ്തിട്ട് സില്ലിനും ജാമ്പിനും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് എസ്റ്റിമേറ്റിലുള്ള റൂള്. അപ്പൊ ഇവിടെ എൻഡ്സ് ഓഫ് എ ബീം എന്ന് പറയുന്നത് ഒരു ബീമിന്റെ എൻഡ് ഭാഗം, അല്ലെങ്കിൽ വളരെ ചെറിയ ഓപ്പണിങ്, എൻഡ് ഓഫ് എ റാഫ്റ്റർ, റാഫ്റ്ററിന്റെ എൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. ഈ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷനിലും എന്താണ്, നമ്മൾ സാധാരണ ഡിഡക്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യാറില്ല പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത്. പെയിന്റിംഗ് ആണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്ററിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡിഡക്ഷൻ ചെയ്യുകയില്ല, അതേപോലെ തന്നെ അഡീഷൻ ചെയ്യുകയില്ല. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഫോർ കണ്ടിജൻസി ഈസ് യൂഷ്വലി. ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടിജൻസി എത്രയാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം എന്താണ് കണ്ടിജൻസി എന്ന് നോക്കാം. കണ്ടിജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, ഇപ്പോൾ ഒരു ഐറ്റം ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കാത്ത, എന്നാൽ നമ്മുടെ വർക്കിൽ അത് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കണ്ടിജൻസി എന്ന് പറയാം. അപ്പോൾ ശരിക്കും കണ്ടിജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരാളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് പറയാൻ പറ്റും ഒരുപാട് അൺസർട്ടനിറ്റീസ് എന്തുണ്ടാവും നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ സമയത്തുണ്ടാവും. ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടാവാം, ചിലപ്പോൾ സൈറ്റിൻ്റെ കണ്ടീഷൻ കൊണ്ടാവാം. അതുകൊണ്ടൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ അറിയാൻ കഴിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ സൈറ്റിൽ ആവശ്യമായിട്ട് വരും. പക്ഷെ അതൊരു സെപ്പറേറ്റ് ഹെഡ് ആയിക്കൊണ്ട് നമ്മുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഈ കണ്ടിജൻസി എമൗണ്ട് ആയിട്ട് മാറ്റിവെക്കും. ലംസം എന്നൊക്കെ പറയാറുണ്ട്. ലംസം ഒക്കെ ഇതേ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നമ്മൾ കണ്ടിജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുവർ എഞ്ചിനീയറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടിജൻസി വരാമെന്നും അതിന് ഏകദേശം ഇത്ര ചെലവുകൾ ഉണ്ടാവും എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് എല്ലാത്തിനും ചിലപ്പോൾ ഈ കണ്ടിജൻസിയുടെ എമൗണ്ട് കൊണ്ട് ചിലപ്പോൾ ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്ത് ചെയ്യാം, ഈ നിശ്ചിത എമൗണ്ട് കൊണ്ട് ചിലപ്പോൾ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിജൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അത്രയും എമൗണ്ട് എന്ത് ചെയ്യണം, ഇനീഷ്യലി നമ്മൾ ആ എസ്റ്റിമേറ്റിൽ നീക്കി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ യൂഷ്വൽ പ്രാക്ടീസിൽ കണ്ടിജൻസിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3 to 5% ആണ്. 3 മുതൽ 5% വരെ ടോട്ടൽ കോസ്റ്റിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, കണ്ടിജൻസി എമൗണ്ട് ആയിട്ട് മാറ്റി വെക്കുകയും ആ എമൗണ്ട് പിന്നീട് നമ്മുടെ സൈറ്റിൽ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ആവശ്യം വരുമ്പോൾ ഈ കണ്ടിജൻസി എമൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്രിപ്പയറിംഗ് സിമെന്റ് കോൺക്രീറ്റ് ബൈ വോളിയം ദ സൈസ് ഓഫ് വുഡൻ ബ്ലോക്സ് യൂസ്ഡ് ടു മെഷർ ദി അഗ്രിഗേറ്റ് ഈസ്. ഒരു സിമെന്റ് കോൺക്രീറ്റ് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ
വോളിയം ബാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വുഡൻ ബോക്സിന്റെ സൈസ് എത്രയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ബാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ടൈപ്പിലുള്ള ബാച്ചിങ് ഉണ്ട്. വെയ് ബാച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ വോളിയം ബാച്ചിങ് ഉണ്ട്. നമ്മൾ കോൺക്രീറ്റിന്റെ മിക്സ് റേഷ്യോ പ്രപ്പോർഷൻ ചെയ്യുന്ന സമയത്ത് ആ പ്രപ്പോർഷൻ നമുക്ക് ബൈ വെയ്റ്റിലും അതേപോലെ തന്നെ ബൈ വോളിയത്തിലും എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ സൈറ്റിൽ ചെയ്യുന്നത് വോളിയം ബാച്ചിങ് ആണ്. കാരണം എല്ലാ മെറ്റീരിയലും എടുത്ത് തൂക്കി നോക്കിയിട്ട് നമുക്ക് സൈറ്റിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മിക്സ് റേഷ്യോ ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന വോളിയം ബാച്ചിങ് ആണ്. ഒരു നിശ്ചിത ബോക്സിൽ ഈ അഗ്രിഗേറ്റ്സും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നിറച്ചിട്ട് ആ ബോക്സ് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ ബോക്സിൽ കിട്ടിയിട്ടുള്ള ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പം അതിനെയാണ് നമ്മൾ എന്താ പറയുക, വോളിയം ബാച്ചിങ് എന്ന് പറയാം. ചിലപ്പോൾ സൈറ്റിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നടക്കുന്നത്, പക്ഷേ ഇതാണ് അതിൻ്റെ ആക്ച്വൽ പ്രൊസീജിയർ. വോളിയം ബാച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിശ്ചിത ബോക്സിന് ഷേപ്പും അതേപോലെ തന്നെ സൈസും ഉണ്ട്. ആ സൈസിലുള്ള ബോക്സിൽ മാത്രമേ ആ മെറ്റീരിയൽ ഇടാൻ പാടുള്ളൂ. പിന്നെ ആ മെറ്റീരിയൽ, ആ കിട്ടിയ മെറ്റീരിയൽ എത്രയാണോ അത്ര മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മിക്സ് പ്രപ്പോർഷൻ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് പ്രപ്പോർഷൻ ചേഞ്ച് ചെയ്യും, വാട്ടർ സിമെന്റ് റേഷ്യോ ചേഞ്ച് ചെയ്യും. അത് കാരണം തന്നെ കോൺക്രീറ്റിൻ്റെ ഒക്കെ സ്ട്രെങ്ത് മാറിപ്പോവുകയും തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെ ഉപയോഗിക്കുന്ന ആ ബോക്സിന് എത്രയാണ് അതിൻ്റെ സൈസ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 35/25/40 സെൻറ്റിമീറ്റർ ആണ്. 35 സെൻറ്റിമീറ്റർ നീളം, 25 സെൻറ്റിമീറ്റർ വീതി, 40 സെൻറ്റിമീറ്റർ ഉയരമുള്ള ബോക്സുകളാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.